ഹായ് മക്കളെ, നമസ്കാരം. മലയാളം പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി മലയാളം പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുന്ന സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നാവ് വഴങ്ങുന്നില്ല, ഒന്നും വിചാരിക്കേണ്ട. അപ്പം അവകാശങ്ങളുടെ പ്രശ്നം എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 4 മാർക്കിൻ്റെ ഒരു ചോദ്യം വെറും 2-3 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിച്ച് സെറ്റാക്കി വെക്കാൻ പോവാണ്. ഓക്കെ, നോക്കുക. അവകാശങ്ങളുടെ പ്രശ്നം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം. ഏതാണ് ചോദ്യം? അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ ദൃശ്യഭാഷക്കാണ് പത്മരാജൻ പ്രാധാന്യം നൽകിയിരിക്കുന്നത്, വിലയിരുത്തുക. അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ ദൃശ്യഭാഷക്കാണ് പത്മരാജൻ പ്രാധാന്യം നൽകിയിരിക്കുന്നത്, വിലയിരുത്തുക. ലിഖിത ഭാഷയിൽ നിന്ന് ദൃശ്യഭാഷയിലേക്കുള്ള വളർച്ചയാണ് പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന ചെറുകഥയെ ഏറെ ഹൃദ്യമാക്കി തീർക്കുന്നത്. ആമുഖം നമ്മൾ അങ്ങനെ എഴുതി. ലിഖിത ഭാഷയിൽ നിന്ന് ദൃശ്യഭാഷയിലേക്കുള്ള വളർച്ചയാണ് പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന ചെറുകഥയെ ഏറെ ഹൃദ്യമാക്കി തീർക്കുന്നത്. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു എന്ന പരാമർശത്തിൽ നിന്ന് ഒരുച്ചക്ക് ഒരാൾ വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു എന്ന തൊട്ടടുത്ത വാക്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ദൃശ്യാനുഭവം നമുക്ക് ലഭിക്കുന്നു. ഒടുവിൽ കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങുമ്പോഴും ഈ ദൃശ്യചാരുത വായനക്കാരന് ലഭിക്കുന്നുണ്ട്. എവിടെ മുതലാണ് നോക്കിക്കേ? പരാമർശത്തിൽ ഇവിടെ മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു എന്ന പരാമർശത്തിൽ നിന്ന് ഒരുച്ചക്ക് ഒരാൾ വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു എന്ന തൊട്ടടുത്ത വാക്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ദൃശ്യാനുഭവം നമുക്ക് ലഭിക്കുന്നു. ഒടുവിൽ കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങുമ്പോഴും ഈ ദൃശ്യചാരുത വായനക്കാരന് ലഭിക്കുന്നുണ്ട്. കാരണം കഥാഖ്യാനങ്ങളെല്ലാം ദൃശ്യാത്മകമാണ്. അതുകൊണ്ട് തന്നെ കഥ നാടകീയവും ഹൃദയസ്പർശിയുമായി തീരുന്നു. ഫാൻറ്റസിയുടെ സാധ്യതകൾ കഥയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും ദൃശ്യഭാഷയുടെ സഹായത്താലാണ്. പത്മരാജൻ എന്ന ചലച്ചിത്രകാരൻ്റെ തിരക്കഥാ സമാനമായ ഒരു ആവിഷ്കരണമാണ് അവകാശങ്ങളുടെ പ്രശ്നം. സ്വത്ത പ്രതിസന്ധി, അപമാന വീകരണം തുടങ്ങിയ ലെൻസുകളാണ് ഇത് ചിത്രീകരിക്കാൻ എടുത്തിട്ടുള്ള ക്യാമറകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടി നോക്കിക്കേ. ലിഖിത ഭാഷയിൽ നിന്ന് ദൃശ്യ ഭാഷയിലേക്കുള്ള വളർച്ചയാണ് പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന ചെറുകഥയെ ഏറെ ഹൃദ്യമാക്കി തീർക്കുന്നത്. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു എന്ന പരാമർശത്തിൽ നിന്ന് ഒരുച്ചക്ക് ഒരാൾ വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു എന്ന തൊട്ടടുത്ത വാക്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ദൃശ്യാനുഭവം നമുക്ക് ലഭിക്കുന്നു. ഒടുവിൽ കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങുമ്പോഴും ഈ ദൃശ്യചാരുത വായനക്കാരന് ലഭിക്കുന്നുണ്ട്. കാരണം കഥാഖ്യാനങ്ങളെല്ലാം ദൃശ്യാത്മകമാണ്. അതുകൊണ്ട് തന്നെ കഥ നാടകീയവും ഹൃദയസ്പർശിയുമായി തീരുന്നു. ഫാൻറ്റസിയുടെ സാധ്യതകൾ കഥയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും ദൃശ്യഭാഷയുടെ സഹായത്താലാണ്. പത്മരാജൻ എന്ന ചലച്ചിത്രകാരൻ്റെ തിരക്കഥാ സമാനമായ ഒരു ആവിഷ്കരണമാണ് അവകാശങ്ങളുടെ പ്രശ്നം. സ്വത്ത പ്രതിസന്ധി, അപമാന വീകരണം തുടങ്ങിയ ലെൻസുകളാണ് ഇത് ചിത്രീകരിക്കാൻ എടുത്തിട്ടുള്ള ക്യാമറകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, 2 തവണ കേൾക്കുക, മനസ്സിനകത്ത് സെറ്റാക്കുക, 4 മാർക്ക് ഉറപ്പാക്കുക. അപ്പോൾ അടുത്ത ചോദ്യവുമായിട്ട് അടുത്ത നിമിഷം ഞാൻ വരുന്നു. ഓക്കെ, താങ്ക്